വിഷയത്തോടുള്ള ബന്ധത്തിൽ തിമോഥെയോസിന്റെ 1-ാം ലേഖനം ചിന്തിപ്പാനായിട്ടിടയായി. തുടർന്ന് തിമോഥെയോസിന് എഴുതിയതായ 2-ാം ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാൻ ദൈവം സാവകാശം നൽകി. ഇന്ന് നാം തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ലേഖനത്തിന്റെ പ്രാരംഭ ആമുഖ ഭാഗങ്ങളാണ് നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായത്. ഇന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ലേഖന ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഈ തിമോഥെയോസിന് എഴുതിയതായ 2-ാം ലേഖനം അതിന്റെ 1 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ ഈ ലേഖനത്തിന്റെ വെളിച്ചത്തിൽ ആമുഖ ഭാഗമായിട്ടാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ ദയവായി ആരെങ്കിലും ഒരാൾ വായിച്ചാൽ അത് സഹായകരമാണ്. വായിച്ചാട്ടെ. ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയമകനായ തിമോഥെയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണരാകുവാൻ വാദിച്ചുകൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മതി, താങ്ക് യു. ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ തന്നെ തിമോഥെയോസിന് എഴുതിയതായ 1-ാം ലേഖനത്തോടുള്ള ബന്ധത്തിൽ ഈ വായിച്ച വേദഭാഗത്തിന് സാമ്യമുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. ക്രിസ്തുയേശു എന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് പൗലോസ് ഇവിടെ അവകാശപ്പെടുവാനുള്ള കാരണം, പൗലോസിനെ ഈ ഉന്നത ഉദ്യോഗത്തിലേക്ക് നിയമിച്ചത് ക്രിസ്തുയേശു ആയതുകൊണ്ടാണ്. പൗലോസ് ഈ ഉദ്യോഗം വാസ്തവത്തിൽ താൻ തെരഞ്ഞെടുക്കുകയോ താൻ ഏറ്റെടുക്കുകയോ ചെയ്തതല്ല. പിന്നെയോ ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ കൽപ്പന പ്രകാരം അവനായതാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ നാം സ്വയം ഏറ്റെടുക്കുന്നതല്ല, അത് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതാണ്. ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളതായ അവകാശമുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമോഥെയോസിന് എഴുതുന്നത് എന്ന് പറയാൻ കാരണം. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം, അപ്പൊ ക്രിസ്തു യേശുവിലുള്ള വാഗ്ദത്തം എങ്ങനെയുള്ളതാണ്? ജീവനുള്ളതാണ്. ജീവനുള്ള വാഗ്ദത്ത പ്രകാരം. അപ്പൊ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾക്കൊക്കെ എന്തുണ്ട്? ജീവനുണ്ട്. ജീവനുണ്ട് എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
ഈ ലേഖനത്തിൽ ജീവനുള്ള മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തോണം. ഇവിടെ വാഗ്ദത്തത്തിന് എന്തുണ്ട്? ജീവനുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലേഖനത്തിൽ ജീവനുള്ളതിനെ പറ്റി അല്ലെങ്കിൽ ജീവനെ പറ്റി മറ്റു പല ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അതിൻ്റെ 10-ാം വാക്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജീവനുള്ള ആ വെളിപ്പാടിനെ സംബന്ധിച്ച് ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായി ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ഇവിടെ ഒരു വെളിപ്പാട് പൗലോസിനുണ്ടാകുകയാണ്. അതെങ്ങനെയുള്ളതാണ്? ജീവന്റെ വെളിപ്പാടാണത്. ജീവന്റെ വെളിപ്പാട്. 1-ാം അധ്യായം 10-ാം വാക്യം. ഇനി അടുത്തത് ജീവനുള്ളതായ അല്ലെങ്കിൽ ജീവൻ എന്ന് പ്രസ്താവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യം നാം വായിച്ചാൽ, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. അവിടെ ജീവൻ എന്നുള്ളതായിരിക്കുന്ന പദം കാണുവാനായിട്ട് കഴിയും. ജീവന്റെ പങ്കാളിത്വം. ജീവന്റെ പങ്കാളിത്വം. മൂന്നാമതായിട്ട് 3:12 അവിടെ ജീവൻ എന്നുള്ളതായിരിക്കുന്ന പദപ്രയോഗം കാണാൻ കഴിയും. അവിടെ ജീവന്റെ മാതൃക എന്നാണ് അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ജീവന്റെ മാതൃകയാണ് അവിടുത്തെ വിഷയം. ഇനി 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 4:1. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നു. ജീവികൾ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ജീവിക്കുന്നവരുടെ ന്യായാധിപതി എന്നുള്ള ഒരു വിഷയമാണ് അവിടെ വെളിപ്പെടുന്നത്. 4:1-ാം വാക്യം. ജീവിക്കുന്നവരുടെ ന്യായാധിപതിയാണ് ആര്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ജീവന്റെ വാഗ്ദത്ത പ്രകാരം എന്ന് പറയുന്നതായ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ജീവനെ സംബന്ധിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന മറ്റു ഭാഗങ്ങളാണ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പൗലോസ് തിമോത്തിയോസിനെ സംബോധന ചെയ്യുന്നതായ ഒരു പദപ്രയോഗം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നത്. അപ്പോൾ പ്രിയ മകനായ തിമോത്തിയോസ് എന്നാണ് പൗലോസ് ആരെ സംബോധന ചെയ്യുന്നത്? അത് തിമോത്തിയോസിനെ സംബോധന ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു അപ്പന്റെ മകൻ, സ്വാഭാവിക ജീവനുള്ളതായ ഒരു മകൻ ലൗകിക പിതാവിനോട് വളരെ കടംപെട്ടിരിക്കുന്നതായ ഒരവസ്ഥ കാണാൻ കഴിയും, അല്ലേ? അപ്പനോട് മകൻ ആരാണ്? ആ നിലയിൽ സ്വാഭാവിക ജീവനുള്ളതായ മകൻ പിതാവിനോട് വളരെ കടപ്പാടുള്ളവനാണ്, അല്ലേ?
അങ്ങനെയാണെങ്കിൽ തിമോത്തിയോസിനെ പൗലോസ് ഇവിടെ വിളിക്കുന്നത് പ്രിയ മകനായ തിമോത്തിയോസ് എന്നാണ്. വാസ്തവത്തിൽ പൗലോസിന്റെ ലൗകിക മകനൊന്നും അല്ല തിമോത്തിയോസ്, ആണോ? അല്ല. എന്നാൽ ആത്മീയ ജീവനുമായിട്ട് പൗലോസിനോട് തിമോത്തിയോസ് എന്ത് ചെയ്തിരിക്കുകയാണ്? കടംപെട്ടിരിക്കുകയാണ്. കാരണം അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് പൗലോസാണ്. പൗലോസ് അവനുമായിട്ടുള്ള ബന്ധത്തിൽ സുവിശേഷത്താലാണ് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനിടയായത്. അങ്ങനെയാണെങ്കിൽ ആത്മീയ ജീവനുമായി പൗലോസിന് തിമോത്തിയോസുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് ഒരു മകനെ പോലെയുള്ള ബന്ധമാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്, നാം സുവിശേഷം പറഞ്ഞ് നാം മുഖാന്തരം ഒരു വ്യക്തി ദൈവഭാഗത്തേക്ക് വന്നാൽ അത് ഒരു ആത്മീയ മകൻ അല്ലെങ്കിൽ ആത്മീയ മകളായിരിക്കും. അപ്പോ ആത്മീയ നിലയിൽ ആ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയുടെ പിതാവോ മാതാവോ ആയിരിക്കും ആ സുവിശേഷം ആ വ്യക്തിയോട് പ്രസ്താവിച്ച വ്യക്തി. അങ്ങനെ ഒരു ആത്മീയ ബന്ധം നമുക്ക് നാം മുഖാന്തരം വിശ്വാസത്തിലേക്ക് വന്നവരുമായിട്ട് ഉണ്ട് എന്നൊരു കാര്യം നാം ഇവിടെ ഓർക്കേണ്ടതാണ്. മാത്രമല്ല, ഒരു മകൻ പിതാവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ തിമോത്തിയോസ് എന്ത് ചെയ്തു? പൗലോസിനെ സുവിശേഷ ഘോഷണത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിപ്പാനായിട്ടിടയായിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ ഈ പ്രസ്താവിച്ച വിഷയം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രഹിപ്പാൻ കഴിയും. തിമോത്തിയോസിന് അവസരം കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ ഒരു പിതാവിനെ പോലെയാണ് തിമോത്തിയോസ് പൗലോസിനെ എന്ത് ചെയ്തത്? ശുശ്രൂഷിപ്പാനിടയായത്. വാസ്തവത്തിൽ അതൊരു വലിയ ആത്മീയ ബന്ധമാണ് കേട്ടോ. ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ശാരീരികമായ ലൗകികമായ ബന്ധത്തെക്കാൾ ഉപരി ഒരു വലിയ ബന്ധമാണ് ആത്മീയ ബന്ധം എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ ഉണ്ട് എന്ന് ഞാന് കരുതുകയാണ്. അതാണ് ആത്മീയ ബന്ധത്തിന്റെ ആ പ്രത്യേകത, അല്ലേ? അതുകൊണ്ട് ദൈവജനം പറയുന്നു, മക്കളെയും മക്കളുടെ മക്കളെയും കാണുമെന്നൊക്കെ പറയുന്നത്. ആത്മീയമായി ചിന്തിച്ചാൽ നാം സുവിശേഷം പറഞ്ഞ് ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ അവരാരാ? നമ്മുടെ മക്കളാ, ആത്മീയ മക്കളാ. ഇനി അവര് മുഖാന്തരം അവർ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ അങ്ങനെ വന്നവർ നമുക്കാരാ? കൊച്ചുമക്കളാ, അല്ലേ? ഒരു ആത്മീയ ബന്ധം ഞാൻ പറയുക. അവര് നമ്മുടെ മക്കളുടെ മക്കളാ. അത് ഒരാത്മീയ നിലയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തിമോത്തിയോസിനെ സംബോധന ചെയ്യുകയാണ്, പ്രിയ മകനായ തിമോത്തിയോസ്. അതെത്ര വലിയ ആത്മീയമായ ഒരു ബന്ധമാണല്ലേ? നമുക്കറിയാം, നമ്മുടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിലും ആത്മീയരായ പ്രിയപ്പെട്ടവരോട് നമുക്ക് രക്തബന്ധമല്ല, പിന്നെ ആത്മീയ ബന്ധം. ആ ഒരു ബന്ധത്തിലാണ് പൗലോസ് ഇപ്പോൾ തിമോത്തിയോസിനെ സംബോധന ചെയ്തത്. എങ്ങനെ? പ്രിയ മകനായ തിമോത്തിയോസ്. നമ്മൾ ഇടയലേഖനമൊക്കെ വായിച്ചു നോക്കിയാൽ ഒരു ആഴമായ ബന്ധമായിരുന്നു പൗലോസിന് ആരോടുണ്ടായിരുന്നത്? തിമോത്തിയോസിനോടുണ്ടായിരുന്നു. ആ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് പൗലോസ് ഇങ്ങനെ സംബോധന ചെയ്യുവാനായിട്ട് ഇടയായത്. ഈ 5 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ നാം മുൻപേ ചിന്തിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും
ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇനി 3 മുതൽ ഭാഗം നാം നോക്കിയാൽ, അതായത് 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളാണ് ഈ ലേഖനത്തിന്റെ ആമുഖം. എന്നാൽ 3 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങളിൽ പൗലോസ് കൃതജ്ഞതയായിട്ട് പറയുന്ന ഭാഗങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങളിൽ പൗലോസ് എന്ത് ചെയ്തിരിക്കുകയാണ്? കൃതജ്ഞതയായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു കേട്ടതാണ്. പൗലോസ് 3 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ പറയുമ്പോൾ അതിന്റെ 4-ാം വാക്യത്തിന്റെ ഒടുവിൽ സ്തോത്രം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുകയാണ് പൗലോസ്. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം നോക്കിക്കേ, പൗലോസ് എന്ത് ചെയ്യുകയാണ്? സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം ചെയ്യുകയാണ്. ഇതുപോലെ പൗലോസ് സ്തോത്രം ചെയ്യുന്ന മറ്റു വേദഭാഗങ്ങൾ ലേഖനങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്താൽ നന്നായിരിക്കും. പൗലോസ് കൃതജ്ഞത അർപ്പിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന മറ്റ് ഇതര ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. പെട്ടെന്നൊന്ന് നോട്ട് ചെയ്താട്ടെ. റോമർ 1:8. റോമർ 1:8. 1 കൊരിന്ത്യർ 1:4. 1 കൊരിന്ത്യർ 1:4. 2 കൊരിന്ത്യർ 1:3. 2 കൊരിന്ത്യർ 1:3. എഫേസ്യർ 1:3. ഫിലിപ്പിയർ 1:3. കൊലോസ്യർ 1:3 മുതൽ 5 വരെ. ഒന്ന് തെസ്സലോനിക്കർ 1:2 മുതൽ 4 വരെ. 1 തെസ്സലോനിക്കർ 1:2 മുതൽ 4 വരെ. 2 തെസ്സലോനിക്കർ 1:3. ഫിലോമോൻ 4 മുതൽ 6 വരെ. ഈ ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നാം വായിച്ചു നോക്കിയാൽ പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കൃതജ്ഞത അർപ്പിക്കുന്നത് പതിവായിട്ട് നമുക്ക് ഈ ലേഖനങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുന്ന ആ ഒരു പതിവ് പൗലോസ് ഉണ്ടായിരുന്നുവെന്നാണ് ഈ വേദഭാഗങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മോടുള്ള ബന്ധത്തിലും ആ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ദൈവത്തിന് നാം നന്ദി പറയുന്നവരായിരിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം എന്നാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വായിച്ച വേദഭാഗത്ത് ദൈവത്തെ ആരാധിക്കുന്നതിനെ പറ്റി ഇവിടെ താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ പറയുന്നത്, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന്. അപ്പോൾ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? നിർമ്മല മനസ്സാക്ഷിയോടെയാണ് ആരാധിക്കുന്നതെന്ന് പൗലോസ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, യെശയ്യാവ്, ഇവരൊക്കെയും
എന്ത് ചെയ്തതാണ്? ദൈവത്തെ അവരാരാധിച്ചവരാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ എടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നത്, പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കുന്ന കാര്യം ഇവിടെ പൗലോസ് എടുത്ത് പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിലും എങ്ങനെ വേണം ദൈവത്തെ ആരാധിക്കാൻ? നിർമ്മല മനസാക്ഷിയോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. അങ്ങനെ നിർമ്മല മനസാക്ഷിയോടെ തിമോത്തിയോസിനെ നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കുന്ന പൗലോസ് തിമോത്തിയോസിനെ രാപ്പകൽ ഓർക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കണേ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, തിമോത്തിയോസിനോട് അത്രമാത്രം ഒരു വാത്സല്യമാണ് ആർക്ക്? ഈ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് തിമോത്തിയോസിന് ഇടയായിട്ടുണ്ട്. തന്നെ ശുശ്രൂഷിപ്പാനായിട്ട് തിമോത്തിയോസിന് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും വളരെ വിദൂരത്തിലായിരിക്കുന്ന തിമോത്തിയോസിനെ താൻ രാപ്പകൽ ഓർക്കുന്നു എന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആത്മീയ ബന്ധത്തിന്റെ ആഴം എത്രമാത്രം അത് ഉള്ളതാണ് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. അവർ ശാരീരികമായിട്ട് വിദൂരത്തിലാണെങ്കിലും പൗലോസ് തിമോത്തിയോസിനെ അത്രമാത്രം സ്നേഹിക്കുകയും തിമോത്തിയോസിനോട് അത്രമാത്രം ബന്ധവും ഉള്ളതുകൊണ്ട് താൻ പറയുകയാണ്, നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കുന്ന ഞാന് എന്ത് ചെയ്യുകയാണ്? തിമോത്തിയോസിനെ രാപ്പകൽ ഓർക്കുന്നുവെന്നാണ്. അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പാനുണ്ട്. തിമോത്തിയോസും പൗലോസുമായിട്ടുള്ള ആഴമായ ബന്ധം, പൗലോസ് ആരാധിക്കുന്ന വിധം, ഇതെല്ലാം ആ വാക്യത്തിൽ നിഴലിച്ച് കാണുവാൻ കഴിയും. അപ്പം ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെ വേണം? നിർമ്മല മനസാക്ഷിയോടെ വേണം. നിർമ്മല മനസാക്ഷിയോടെ എന്ന് പറഞ്ഞാൽ ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ ഒരു മനസാക്ഷിയോടെ വേണം ദൈവത്തെ നമ്മളും ആരാധിക്കുവാൻ. ആ ഒരു ചിന്ത എത്ര ശ്രേഷ്ഠമായ കാര്യമാണെന്നറിയാം. ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിലായിരുന്നു. പക്ഷേ അതിരാവിലെ സമയം രാജാവ് ദുഃഖസ്വരത്തോടെ ദൈവത്തെ സേവിച്ചു നിൽക്കുന്നതായിരിക്കുന്ന ദാനിയേലേ എന്ന് വിളിച്ചപ്പോൾ ദാനിയേല് ആ സിംഹത്തിന്റെ ഗുഹയിൽ കിടന്ന് രാജാവിനെ കുറ്റമല്ല പറഞ്ഞത്. ആണോ? എന്നെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടിട്ട് രാവിലെ വിളിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, എന്നെ വിളിക്കാൻ നാണമില്ലേ, അങ്ങനെ വല്ലതും ചോദിച്ചോ? അല്ല. അവിടെ കിടന്നുകൊണ്ട് ദാനിയേൽ പറയുകയാണ്, രാജാവേ നീ ദീർഘായുസ്സോടിരിക്കട്ടെ. ആ ദാനിയേലിന്റെ മനോഭാവം എത്ര നിർമ്മലമാണെന്ന് ഓർത്ത് നോക്കിയേ. എന്നിട്ട് ദാനിയേൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, രാജാവേ ഞാൻ നിന്റെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും ഞാൻ കുറ്റമില്ലാത്തവനാണ്. എത്ര ധൈര്യത്തോടാണ് ദാനിയേൽ ഇത് പറയുന്നത് അല്ലേ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു മനസാക്ഷിയാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി. ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നോട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കണം? ക്ഷമിച്ചേക്കണം. ഉണ്ടെന്നറിയാം, എങ്കിലും പൊത്തുവരുത്ത തീരുമാനം പറയാണ്, എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരാൾ പറഞ്ഞു, എനിക്ക് ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന ആളോട് ക്ഷമിച്ചു, പക്ഷേ മരിക്കുന്നവരെ ഞാൻ മറക്കത്തില്ല.
അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവൻ പോയാലും ഞാൻ മറക്കത്തില്ലെന്ന് ആ ചെയ്ത കാര്യം. അങ്ങനെയല്ല, നാം ക്ഷമ ചോദിക്കുമ്പോൾ തന്നെ അത് വിട്ടുകളയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിർമ്മല മനസാക്ഷിയോടെ വേണം ദൈവത്തെ എന്ത് ചെയ്യുവാൻ? ആരാധിക്കാൻ. മാത്രമല്ല, എന്തിനാണ് സ്തോത്രം ചെയ്തത് പൗലോസ്? നിന്റെ നിർവ്യാജ വിശ്വാസ നിമിത്തം എന്ന് പറഞ്ഞാൽ, പൗലോസുമായിട്ട് സഹകരിച്ചതായിരിക്കുന്ന തിമോത്തിയോസിന്റെ വിശ്വാസത്തെ കുറിച്ച് പൗലോസിനൊരു കാര്യം മനസ്സിലായി. ഈ തിമോത്തിയോസിന്റെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? വ്യാജമില്ലാത്തതാണ്, കപടമില്ലാത്തതാണ്. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, നിന്റെ നിർവ്യാജ വിശ്വാസ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്ന് പൗലോസ് പറയുവാനായിട്ട് കാരണം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. അതിന്റെ 1-ാം അധ്യായം 6 മുതൽ 2 തിമോത്തിയോസ് 1-ാം അധ്യായം 6 മുതൽ 2-ാം അധ്യായം 26 വരെയുള്ള വാക്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വ്യക്തിപരമായി ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് പൗലോസ് തിമോത്തിയോസിന് എഴുതി അറിയിക്കുന്നത്. 1-ാം അധ്യായം 6 മുതൽ 2-ാം അധ്യായം 26 വരെയുള്ള വാക്യങ്ങളിൽ തിമോത്തിയോസിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയ്ക്ക് വ്യക്തിപരമായി ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളെ സംബന്ധിച്ച് പൗലോസ് എഴുതുകയാണ്. ശുശ്രൂഷയ്ക്ക് വ്യക്തിപരമായി ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തെല്ലാമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനെ വിഭാഗിച്ച് നാം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചിന്തിപ്പാനുള്ളത് 6ഉം 7ഉം വാക്യങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഉത്സാഹവും അതിനു വേണ്ടിയുള്ള പ്രേരണയും എന്ന വിഷയമാണ് പ്രസ്താവിച്ചത്. 6-7 വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഉത്സാഹവും അതിനു വേണ്ടിയുള്ള പ്രേരണയുമാണ്. എട്ട് മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ധീരതയും അതിനു വേണ്ടിയുള്ളതായ പ്രേരക ശക്തിയും എന്ന വിഷയമാണ്. അപ്പൊ 6-7 വാക്യങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പൊ ഈ 6-7 വാക്യങ്ങൾ പറഞ്ഞ് പൗലോസ് തിമോത്തിയോസിനെ എന്ത് ചെയ്യുകയാണ്? ഉത്സാഹിപ്പിക്കുകയാണ്. ഈ വായിച്ച വേദഭാഗങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. പൗലോസിന്റെ കൈവെപ്പിനാൽ തിമോത്തിയോസിൽ ചില കൃപാവരങ്ങൾ ലഭിക്കാനായിട്ടിടയായി എന്ന് പറഞ്ഞാൽ, നിന്റെ ശുശ്രൂഷയിൽ ആ കൃപാവരങ്ങൾ നീ ഉപയോഗിക്കണമെന്നാ പറഞ്ഞത്. അത് നിസ്സാരമായിട്ട് എണ്ണരുത്. നിന്നിൽ ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ പ്രയോജനപ്പെടുത്തണം. അതിൽ നീ മടുപ്പ് കാണിക്കരുത്. അതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം പൗലോസ് കൊടുക്കുകയാണ്. മാത്രമല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത് എന്ന് പറഞ്ഞാൽ, വേദപണ്ഡിതന്മാർ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ അഭിപ്രായപ്പെടുന്നത് പൗലോസിനൊരല്പം ഭയമുള്ള വ്യക്തിയായിരുന്നെന്നാണ്. എന്ന് പറഞ്ഞാൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സഭയുടെ
ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ തനിക്ക് അല്പഭയം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ തിമോത്തിയോസ് വളരെ പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. എഫേസോസിലൊക്കെ സഭാ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ വളരെ വർഷങ്ങൾക്ക് മുൻപ് വിശ്വാസത്തിൽ വന്നവരും അവർ പ്രായമുള്ളവരും ഒക്കെയാണ്. അതുകൊണ്ട് പ്രായമുള്ളവരുടെ മധ്യത്തിൽ ഒരു യൗവനക്കാരനായി ശുശ്രൂഷിക്കുമ്പോൾ പല കാര്യങ്ങൾ ഓർത്ത് തിമോത്തിയോസ് ഭയപ്പെടാറുണ്ടായിരുന്നു. പ്രായമുള്ളവരോടൊക്കെ എങ്ങനെയാണ് ചില കാര്യങ്ങൾ പറയുന്നത്, അവരുടെ മധ്യത്തിൽ എങ്ങനെ ശുശ്രൂഷിക്കും. പക്ഷേ പൗലോസ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ കണ്ടോ? എന്താ പൗലോസ് പറഞ്ഞത്? ഭയത്തിന്റെ അല്ലെങ്കിൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്. എങ്ങനെയുള്ള ആത്മാവിനെയാണ്? ആ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്, നിനക്ക് തന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സുബോധത്തോടെ ഭയത്തെ മാറ്റി വളരെ ധൈര്യത്തോടെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞ് പൗലോസ് തിമോത്തിയോസിനെ എന്ത് ചെയ്യുകയാണ്? പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയുള്ളതായ പ്രേരണ പൗലോസ് തിമോത്തിയോസിന് നൽകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? 8-ാം വാക്യം പ്ലീസ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായ ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. മതി. ഇവിടെ അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, ഞാൻ ആരാണ്? കർത്താവിന്റെ ബദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാരാഗൃഹത്തിൽ തടവിലാണ്. താന് സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായി ബദ്ധനായിരിക്കുന്നുവെന്നും മാത്രമല്ല തടവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്നു എന്നുമാണ് ഈ വാക്യത്തിന്റെ ആശയം. എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയാതെ അല്ല ഞാനിപ്പോൾ തടവിലായിരിക്കുന്നത്. ഞാന് തടവിലായിരിക്കുമ്പോൾ തന്നെ അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ അതെങ്ങനെയായിരിക്കുകയാണ്? സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ള ഒരാശയമാണ് ഈ വാക്യത്തിൽ നിന്ന് പൗലോസിന്റെ എഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്, ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ, ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എൻ്റെ ദൈവത്തിന്റെ നല്ല അറിവുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അത് നമ്മുടെ ശുശ്രൂഷയുടെ ഒരു നല്ല വിജയത്തിന് കാരണമായി തീരുവാനിടയാണ്. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കുക. കാരാഗ്രഹ ലേഖനമായാലും ഇടയലേഖനമായാലും ഒന്ന് വായിച്ചു നോക്കിക്കേ. മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പരാതികളോ ഒരു കാര്യങ്ങളോ പൗലോസിന്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ മാനുഷിക ചിന്ത അനുസരിച്ച് ഒരു തെറ്റും ചെയ്യാതെ ആ കാരാഗ്രഹത്തിൽ ഇപ്പോൾ പൗലോസ് ആയിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും ഒരു കത്ത് എഴുതാനായിട്ടോ ഒരു ഫോൺ ചെയ്യാനായിട്ടോ ഒക്കെ ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും മടിപ്പിക്കുന്ന കാര്യങ്ങള്
പലരും പറയാൻ സാധ്യതയുള്ളൂ, അല്ലേ? എനിക്കിങ്ങനെ വന്ന് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാനൊരു കുറ്റവും ചെയ്യാതെ എന്റെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊന്നും പൗലോസ് പറയും. വളരെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകളല്ലാതെ പൗലോസിന്റെ എഴുത്തുകളിൽ നമുക്കൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അധികാരികൾക്ക് പൗലോസിനെ തടവിലാക്കാം, അല്ലേ? പൗലോസിന്റെ ജഡപ്രകാരം പൗലോസിനെ അധികാരികൾക്ക് തടവിലാക്കാം, എന്നാൽ തന്റെ ആത്മാവിനെ തടവിലാക്കുവാൻ ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല. അതെത്ര വിശ്വസിക്കേണ്ട ഒരു കാര്യമാണല്ലേ? സുവിശേഷത്തിനായിട്ട് ദൈവശക്തിക്കൊത്തവണ്ണം നീ എന്നോടുകൂടെ കഷ്ടം സഹിക്ക എന്നാണ് പൗലോസ് തിമോഥെയോസിനെ എഴുതി അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം, പൗലോസ് കഷ്ടം അനുഭവിച്ചതുപോലെ, തന്നോട് തടവ് അനുഭവിക്കുവാൻ ഇടയായതുപോലെ നീയും അങ്ങനെ വന്നാൽ അത് സഹിപ്പാൻ തയ്യാറാകണമെന്നാണ് പൗലോസ് ഈ വാക്കുകളിൽ കൂടെ തിമോഥെയോസിനെ ഓർപ്പിക്കുന്നത്. എന്നാൽ സ്വന്തം ശക്തിയാൽ അല്ലത് സഹിക്കുന്നത്. ഈ നേരിട്ടതായിരിക്കുന്ന തടവായാലും കഷ്ടങ്ങളായാലും അത് സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഹിക്കുവാനോ അതിനെ തരണം ചെയ്യുവാനോ കഴിയുകയില്ല. പിന്നെ ദൈവശക്തിക്കൊത്തവണ്ണമാണ് അതിനെല്ലാം തരണം ചെയ്യുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ മരണം പോലും അനുഭവിപ്പാൻ ശക്തീകരിക്കുന്ന ഒരു ശക്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ശക്തി എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. അതായത് നാം അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളെക്കാളും ശക്തി ഉള്ളതാണ് ഏതിന്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. പ്രിയമുള്ളവരെ, ആ ശക്തിയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്നത് കേട്ടോ. പൗലോസിന്റെ മേൽ ദൈവം പകർന്നു കൊടുത്ത, തിമോഥെയോസിന്റെ മേൽ ദൈവം പകർന്നതായ അതേ ശക്തിയാണ് ഈ കാലഘട്ടങ്ങളിലും ദൈവം നമ്മുടെ മേൽ എന്ത് ചെയ്തിരിക്കുന്നത്, പകർന്നിരിക്കുന്നതെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ആ ശക്തിയാൽ എന്ത് ചെയ്യുവാൻ കഴിയും? ജീവിതത്തിൽ നേരിടുന്നതായിരിക്കുന്ന സകല കഷ്ടങ്ങളെയും തരണം ചെയ്യുവാൻ നമുക്ക് കഴിയും. ജീവിതത്തിൽ പൗലോസിന്റെ ആശയപ്രകാരം പറഞ്ഞാൽ മരണത്തെ പോലും അഭിമുഖീകരിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ നമ്മുടെ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പറയാം, കർത്താവേ, ഈ ശക്തി എനിക്ക് പോരാ, അമിതമാകുന്ന ദൈവശക്തി എന്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. നമുക്കറിയാം, എലീശ ഏലിയാവിനോട് ചോദിച്ച അന്ത്യ ആഗ്രഹമായിരുന്നു എന്ത്? നിന്റെ ആത്മാവിൻ നിന്റെ മേൽ വസിക്കുന്ന ശക്തിയുടെ ഇരട്ടി ശക്തി, ആ പങ്ക് എന്റെ മേൽ വരണം, അതാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. കാരണം എലിയാവിന്റെ ശുശ്രൂഷ കഴിഞ്ഞു, എലിയാവിന് സ്വർഗത്തിലേക്ക് ദൈവം എടുത്തു. എന്നാൽ തുടർന്നുള്ള ശുശ്രൂഷ ആരുടേതാണ്? എലീശയുടേതാ. എലീശ ഒരു കാര്യം മനസ്സിലാക്കി, ഈ മുൻപോട്ടുള്ള കാലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഇപ്പോഴുള്ള ശക്തി പോരാ, അതിനേക്കാൾ ഇരട്ടിയായ ഒരു ശക്തിയാണ് ആവശ്യമായിരിക്കുന്നത്. ചിലരുടെ കോടാലി ഊരി വെള്ളത്തിൽ വീഴുന്ന സമയത്ത് അതിനുള്ളതായിരിക്കുന്ന പരിഹാരം കണ്ടെത്തുവാൻ പഴയ ശക്തിക്ക് പോരാ, പുതിയ ശക്തി ആവശ്യമാണ്. കടക്കാർ പിടിച്ചുകൊണ്ടു പോകുവാൻ വരുന്ന മക്കളുടെ അമ്മ ആ പരാതിയുമായിട്ട് എലീശയുടെ അടുത്ത് ചെന്നപ്പോ അതിനുള്ളതായിരിക്കുന്ന നിർദ്ദേശം പറഞ്ഞു കൊടുക്കുവാൻ എലീശയ്ക്ക് സാധിക്കണമെങ്കിൽ ആ പഴയ ശക്തി പോരാ,
പുതിയ ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ അമിതമാകുന്ന ഒരു ശക്തി നമുക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പുതിയ വർഷത്തിന്റെ പ്രാരംഭത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, കഴിഞ്ഞ വർഷത്തിൽ എന്റെ മേൽ ഉണ്ടായിരുന്ന ശക്തിയുടെ അളവ് പോര കർത്താവേ, അതിനേക്കാൾ ഇരട്ടിയായ ഒരു ശക്തി എന്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തിൽ തരണം ചെയ്യേണ്ടതായിരിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് തരണം ചെയ്യുവാൻ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് അമിതമാകുന്ന ശക്തിയുടെ അളവ് നമ്മുടെ മേൽ പകരേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ഇനി 9-10 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തുയേശു നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്ത നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ എന്നാണ് അവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിച്ചാട്ടെ, ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തതിനാലാണ് എന്ന് കാണാനായിട്ട് കഴിയും. മുകളിൽ പറഞ്ഞതായിരിക്കുന്ന ദൈവശക്തിയുടെ ഫലം പൗലോസ് ഇവിടെ വിശദമാക്കുകയും അതിന്റെ സ്വഭാവം നമ്മെ രക്ഷിച്ചുവെങ്കിൽ അതിന്റെ ഉദ്ദേശം വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ രക്ഷിച്ചവനായിരിക്കുന്ന കർത്താവ് നമ്മെ വിശുദ്ധ വിളി കൊണ്ട് എന്ത് ചെയ്തു? വിളിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് രക്ഷ ലഭിച്ചു. രക്ഷ നമ്മുടെ ആത്മാവിന് ഇപ്പോൾ എന്ത് ലഭിച്ചിരിക്കുകയാണ്? രക്ഷ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വായിച്ചത്, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 8-ാം വാക്യവും 9-ാം വാക്യവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾ കാരണമല്ല, പിന്നെ ദൈവത്തിന്റെ ദാനമാണ് രക്ഷ. നോക്കിക്കേ, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ ഏതാണ്ട് വലിപ്പം കണ്ടുകൊണ്ടല്ല. നാം രക്ഷിക്കപ്പെടുവാനായിട്ടിടയായത് കൃപയാലാണ്. കൃപയാൽ നമുക്ക് രക്ഷ എങ്ങനെ കിട്ടിയതാണ്? ദാനം ലഭിച്ചതാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തിയോ നമ്മളോ അതിനെന്താ കാരണക്കാരല്ല. നമ്മുടെ പ്രവൃത്തി അതിന് കാരണമല്ല, നമ്മളും അതിന് കാരണമല്ല. രക്ഷ ദൈവത്തിന് ദാനമാണ്. പക്ഷേ ആ ദാനമായിരിക്കുന്ന വലിയ രക്ഷ നമുക്ക് എങ്ങനെ ലഭിച്ചു? അത് ദാനമായി കൃപയാൽ ലഭിച്ചതാണ് ഈ രക്ഷ. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ഞാന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൈവത്തിന്റെ ദാനമായ രക്ഷ എനിക്ക് ദൈവം ദാനം ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെ ലഭിച്ചതാണ്? കൃപയാൽ ലഭിച്ചതാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൽ നിന്ന് പകരപ്പെടുന്നതാണ് കൃപയെങ്കിൽ ആ കൃപ ദൈവം നമ്മോട് കാണിച്ചത് കൊണ്ടാണ് നമുക്ക് എന്ത് ലഭിച്ചത്? രക്ഷ ലഭിക്കാനായിട്ട് ഇടയായത്.
നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ചുറ്റിലുമുള്ള അനേകർക്ക് ലഭിക്കാത്ത ഈ രക്ഷ ദൈവം നമുക്ക് കൃപയാൽ തന്നിരിക്കുകയാണ്. അതിന് കാരണം വിശുദ്ധ വിളി ഉണ്ടായി. ആ വിശുദ്ധനായ ദൈവം വിളിച്ചതുകൊണ്ടും വിശുദ്ധിയിലേക്ക് വിളിച്ചതുകൊണ്ടുമാണ് ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയുള്ള വിളിയാണ്? വിശുദ്ധ വിളിയാണ്. വിശുദ്ധ വിളിയാണ്. അപ്പൊ നമുക്ക് ലഭിച്ച വിളിയുടെ ആ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിളിയുടെ പ്രത്യേകത എന്താണ്? അത് വിശുദ്ധമായ വിളിയാണ്. എന്താണ് അതിന്റെ കാരണം? വിശുദ്ധനായ ദൈവമാണ് നമ്മളെ വിളിച്ചത്. ദൈവം വിശുദ്ധനാകിയാൽ വിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ചത് കൊണ്ട് ആ വിളി എങ്ങനെയുള്ളതായി മാറി? വിശുദ്ധ വിളിയായി തീരുവാനിടയായി. മാത്രമല്ല, എന്തിനാ വിളിച്ചത്? വിശുദ്ധിയോടെ ജീവിക്കാനാ വിളിച്ചത്. അപ്പം വിശുദ്ധനായ ദൈവം വിശുദ്ധിയിൽ ജീവിപ്പാനായിട്ട് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെയുള്ള വിളിയായി മാറി? വിശുദ്ധ വിളിയായി തീരുവാൻ ഇടയായി. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം. ആ വിളിക്ക് യോഗ്യമായിട്ട് ജീവിക്കണം. ദൈവം നമ്മെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ആ വിശുദ്ധ വിളിക്ക് യോഗ്യമായിട്ട് വേണം നാം ജീവിക്കാൻ. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങളും 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യവും, എഫേസ്യർ 4:1-2, 2 തെസ്സലോനിക്ക ലേഖനം 1:11, ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. ഈ വിളി വിശുദ്ധ വിളി മാത്രമല്ല കേട്ടോ. ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത് പരമവിളിയാണ്, ശ്രേഷ്ഠമായ വിളിയാണെന്ന് ഫിലിപ്പിയ ലേഖനം 3:14 പറഞ്ഞിട്ടുണ്ട്. ഇത് പരമവിളിയാണ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ വിളിയാണിത്. ഫിലിപ്പിയർ 3:14. കൂടാതെ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ വിളി സ്വർഗീയ വിളിയാണെന്ന് കാണാൻ കഴിയും. അപ്പൊ ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകത നോക്കിക്കേ. അത് വിശുദ്ധ വിളിയാണ്, അത് പരമവിളിയാണ്, മാത്രമല്ല അത് സ്വർഗീയ വിളിയാണ്. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം വിളിച്ചത് കൊണ്ടാണ് ഇത് സ്വർഗീയ വിളിയായി തീരുവാനിടയായത്. അപ്പോ അങ്ങനെയാണെങ്കിൽ വിളിയും ഈ രക്ഷയൊക്കെ ദൈവത്തിന്റെ നിർണയപ്രകാരം ലഭിക്കുന്നതാണ്, ദൈവം നിർണയിച്ചിട്ട് ലഭിക്കുന്നതാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി അടുത്ത വാക്യം നോക്കിക്കാട്ടെ. 11-ാം വാക്യം. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് താങ്ക് യു മതി. അപ്പോൾ വളരെ മനോഹരമായ ചില കാര്യങ്ങളാണ് അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആ സുവിശേഷത്തിന് ഞാൻ ആരാണ്? പ്രസംഗിയാണ്, അപ്പോസ്തലനാണ്, ഉപദേഷ്ടാവുമായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്, അപ്പോയിന്റ് ചെയ്തിരിക്കുക പൗലോസ്. ആ സുവിശേഷത്തിന്റെ വിശേഷതയെ കുറിച്ചാണ് 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുറകോട്ട് നോക്കുമ്പോൾ, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അപ്പോൾ സുവിശേഷത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് 10-ാം വാക്യത്തിൽ പൗലോസ് ഓർപ്പിച്ച ശേഷം
എന്താണ് സുവിശേഷം കൊണ്ട് അവിടെ ലഭിക്കുന്നത്? ജീവൻ ലഭിക്കുന്നു, അക്ഷയത വെളിപ്പെടുത്തുന്നു. സുവിശേഷം കൊണ്ട് ലഭിക്കുന്ന കാര്യം പൗലോസ് അവിടെ ഓർപ്പിച്ചിരിക്കുക. എന്നിട്ട് ആ സുവിശേഷത്തിന് ഞാന് ആരായി തീർന്നിരിക്കുകയാണ്? ഒന്ന്, അതിന്റെ പ്രസംഗിയായി തീർന്നിരിക്കുകയാണ്. രണ്ട്, അതിന്റെ അപ്പോസ്തോലനായി തീർന്നിരിക്കുകയാണ്. മൂന്ന്, ഉപദേഷ്ടാവായി തീർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഈ മൂന്ന് നിലകളിൽ എന്നെ നിയമിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നാമത് പറഞ്ഞത് പൗലോസ് ആരാണ്? ഒരു പ്രസംഗിയാണ്, അല്ലെ? ആ സുവിശേഷത്തിന്റെ പ്രസംഗിയാണ് പൗലോസ്. എന്ന് പറഞ്ഞാൽ പ്രഘോഷകൻ എന്ന നിലയിൽ ഈ സുവിശേഷം ഉച്ചത്തിൽ പ്രസംഗിക്കണമെന്നാണ് അതിന്റെ ഗ്രീക്ക് അല്ലെങ്കിൽ മൂലപദത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം. അപ്പൊ സുവിശേഷത്തിന്റെ പ്രഘോഷകനാണ് ആര്? പൗലോസ്. പൗലോസ് എന്ന് പറഞ്ഞാൽ ആ സുവിശേഷം ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നവനാണ് ആര്? പൗലോസ്. പ്രസംഗി എന്ന് പറയുന്നതായ ആ പദത്തിന്റെ മൂലപദത്തിന്റെ അർത്ഥം ക്രിസ്തീയ ധർമ്മം സൂചിപ്പിക്കുന്ന പല അർത്ഥങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആശയം പറഞ്ഞാൽ രാജാവിൽ നിന്നുള്ള വിളംബരം കൊണ്ടുവരുന്ന ആളാണ് പ്രസംഗി എന്ന് പറയുന്ന ആ വാക്കിന്റെ മൂലപദത്തിന്റെ അർത്ഥം. ആരാണ്? രാജാവിൽ നിന്ന് വിളംബരം കൊണ്ടുവരുന്ന വ്യക്തിയാണ് പ്രസംഗി എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം. ഇനി വേറൊരു ആശയം കൂടെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? രണ്ട് രാജ്യത്തിന്റെ സൈന്യങ്ങൾ എതിരായി നിൽക്കുമ്പോൾ യുദ്ധം അവസാനിച്ചുവെന്നും സമാധാനമായി എന്നും അഭ്യർത്ഥിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ സന്ദേശം കൊണ്ടുവരുന്ന വ്യക്തിയെയും ആ അർത്ഥം സൂചിപ്പിക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങൾ എതിരായി നിൽക്കുമ്പോൾ, രണ്ട് സൈന്യങ്ങൾ എതിരായി നിൽക്കുമ്പോൾ യുദ്ധം അവസാനിച്ചു, സമാധാനമായി തീർന്നിരിക്കുന്നു എന്ന് മേലധികാരികളിൽ നിന്ന് ലഭിച്ച സന്ദേശം കൊണ്ടുവരുന്ന ആൾ എന്നൊരർത്ഥം പ്രസംഗി എന്നുള്ള വാക്കിനുണ്ട്. ഇനി വേറൊരർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. ഒരു കച്ചവടക്കാരൻ താൻ വിൽക്കാൻ പോകുന്ന ചരക്കുകളെ കുറിച്ച് വിളിച്ചു പറയുവാനും വന്ന് വാങ്ങുവാൻ ആളുകളെ ക്ഷണിക്കുവാനും നിയോഗിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചും ഇങ്ങനെ ഒരർത്ഥമുണ്ട് അതിന്. ഒരു കച്ചവടക്കാരൻ തന്റെ കച്ചവട ചരക്കിനെ കുറിച്ച് വിളിച്ചു പറയുവാനും ആ സാധനങ്ങൾ വന്ന് വാങ്ങുവാൻ ആളുകളെ ക്ഷണിക്കുവാനും നിയോഗിക്കുന്ന മറ്റൊരു വ്യക്തി, ആ ആളെ സംബന്ധിച്ചും ഈ ഒരു വാക്ക് അവിടെ യോജിക്കുന്ന വാക്കാണ്. അപ്പൊ എത്രയെല്ലാം വിപുലമായ അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത് എന്ന് നമുക്ക് അവിടെ ഗ്രഹിപ്പാൻ കഴിയും. പ്രസംഗി പൗലോസ് പറയാണ്, ആ സുവിശേഷത്തിന് ഞാൻ ആരാണ്? പ്രസംഗിയ. അപ്പോ പ്രസംഗി എന്നുള്ളതായിരിക്കുന്ന മൂലപദത്തിന്റെ ചില ആശയങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ അത്രമാത്രം വിപുലമായ ഒരു അർത്ഥമുണ്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരെ കുറിച്ച്. അത്ര അർത്ഥമുണ്ട് കേട്ടോ. അത് ചെറിയൊരു കാര്യമാണെന്ന് ആരും ചിന്തിക്കരുത്. ആരും അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ ദൈവം മനുഷ്യന് നൽകുന്നതായ വിലയേറിയ ദാനമാണ് ഏത്? സുവിശേഷം അല്ലെങ്കിൽ രക്ഷ. ആ രക്ഷയ്ക്ക് കാരണമായിരിക്കുന്ന സുവിശേഷം
നാം സഹജീവികളെ അറിയിച്ച് അവരെ ആഹ്വാനം ചെയ്യുവാൻ തക്കവണ്ണം അത്രമാത്രം വിലപ്പെട്ടവരാണ് കർത്താവിന്റെ ദാസന്മാര് എന്നുള്ള കാര്യമാണ് ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ കണ്ണൂർ ഭാഗത്ത് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മാതാവുണ്ട്. സ്കൂളിൽ പോയിട്ടില്ല, അക്ഷരം അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. എന്നാൽ ഒരു പുതിയ നിയമം പിടിച്ചുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ബസ്സിൽ യാത്രക്കാരോട് എല്ലാം സുവിശേഷം പറയും, ശക്തമായിട്ട് പറയും, റോഡിൽ നിന്ന് വിളിച്ചു പറയും. പക്ഷെ വായിച്ചു കേൾപ്പിക്കാനുള്ള വിദ്യാഭ്യാസമില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് പറയും, എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട് എന്ന് പറയും. അപ്പം വിദ്യാഭ്യാസമില്ലെങ്കിലും ദൈവം കൊടുത്തതായിരിക്കുന്ന ആ സുവിശേഷം മറ്റുള്ളവരോട് പറയണമെന്നുള്ള ആ ചിന്തയോടെയാണ് ആ മാതാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം ദൗത്യമാണ് ഏത്? അനേകരെ ഈ സുവിശേഷ മുഖാന്തരം ദൈവഭാഗത്തേക്ക് ആഹ്വാനം ചെയ്യുക എന്നുള്ളതായ ആ ദൗത്യം. അപ്പോൾ ഈ സുവിശേഷത്തിന് പൗലോസ് ആരാണ്? ഒരു പ്രസംഗിയാണ്. രണ്ടാമത് താൻ പറയുകയാണ്, ഞാൻ അതിന്റെ അപ്പോസ്തലനാണ്, ഒരു അംബാസഡറാണ്. ഒരു രാജ്യത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്തിൽ, സ്വന്തം രാജ്യത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്തിലാക്കിയിരിക്കുന്ന വ്യക്തിയാണ് അംബാസഡർ, സ്ഥാനാപതി. എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രസ്താവിപ്പാനും പ്രവർത്തിപ്പാനും തന്നോട് രാജ്യം ആവശ്യപ്പെടുന്നത് താൻ അവിടെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ തന്നോട് പ്രസ്താവിപ്പാനും പ്രവർത്തിപ്പാനും കൽപ്പിച്ചിട്ടില്ലാത്ത ഒന്നും അവിടെ പ്രസ്താവിപ്പാനോ പ്രവർത്തിക്കുവാനോ അവകാശമില്ല. അതാണ് ഒരു അംബാസഡർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം ഈ സുവിശേഷത്തിന് പൗലോസ് അപ്പോസ്തലനും കൂടിയാണെന്ന് പറയാൻ കാരണം, ദൈവം തന്നോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സുവിശേഷം അതിൽ നിന്ന് ഒരിക്കലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ല. അതേപോലെ തന്നെ വില കൽപ്പിച്ചുകൊണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കണം എന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത്രമാത്രം ഗൗരവം ദൈവത്തിന്റെ വചനം എന്ന് പറയും. ദൈവത്തിന്റെ വചനത്തോട് കൂട്ടുവാനോ ദൈവവചനത്തോട് കുറയ്ക്കുവാനോ പാടില്ല. ദൈവം അയച്ചിരിക്കുന്ന ഒരു വ്യക്തി ആ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് പ്രസ്താവിപ്പാൻ തക്കവണ്ണം ബാധ്യസ്ഥനാണ് എന്നാണ് അപ്പോസ്തലൻ എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്തതായിട്ട് താൻ പറയുകയാണ്, ഞാൻ അതിന്റെ ഒരു ഉപദേഷ്ടാവാണ്, ഞാൻ പ്രസംഗിയാണ്, അപ്പോസ്തലനാണ്, മാത്രമല്ല അതിന്റെ ഉപദേഷ്ടാവാണ്, ടീച്ചർ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പദം. അപ്പോൾ ഒരു ദൈവദാസൻ ടീച്ചർ എന്നുള്ള നിലയിൽ, ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ രക്ഷയും ദൈവ മഹത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്ന ചുമതലയാണ് ഉപദേഷ്ടാവിനുള്ളത്. അപ്പൊ ഇതെല്ലാം പൗലോസിൽ ഉണ്ടായിരുന്നു. അവനതിന്റെ പ്രസംഗിയായിരുന്നു, അതേസമയം അപ്പോസ്തലനായിരുന്നു, മാത്രമല്ല ഒരു ഉപദേഷ്ടാവും കൂടെ ആയിരുന്നു. ആര്? പൗലോസ്. അപ്പൊ രക്ഷയിലേക്ക് സുവിശേഷത്താൽ വന്നതായിരിക്കുന്ന ഒരു വ്യക്തിയെ അവനെ പഠിപ്പിക്കുക എന്നുള്ള ചുമതലയാണ് ഒരു ഉപദേഷ്ടാവിനുള്ളത്.
ഞാൻ ചോദിക്കട്ടെ, ഈ 3 വിധ ഉദ്യോഗത്തിൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് അത് ഉപദേഷ്ടാവ് എന്നുള്ള കാര്യം മറക്കരുത്. ഒരു സുവിശേഷകന്റെ പ്രയത്നത്തെക്കാളും പ്രയാസമുള്ളതാണ് ഏത്? ഒരു ഉപദേഷ്ടാവിന്റെ കർത്തവ്യം. ദൈവസ്നേഹത്തെ അഭിമുഖീകരിക്കുവാൻ മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്ന ജോലിയാണ് സുവിശേഷകന്റെ ജോലി. അങ്ങനെ ദൈവഭാഗത്ത് വന്ന ഒരുവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥവും ശിക്ഷണവും അവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഉപദേഷ്ടാവിന്റെ കർത്തവ്യം. എന്ന് പറഞ്ഞാൽ ഒരു ഭാരിച്ച ചുമതല നിർവഹിക്കുന്ന വ്യക്തിയാണ് ആര്? ഒരു ഉപദേഷ്ടാവ്. ഞായറാഴ്ച പറയുന്ന ആ പ്രസംഗം വീട്ടുപ്രാർത്ഥനയ്ക്ക് പറയാൻ പറ്റുമോ? പറ്റുകയല്ല. വീട്ടുപ്രാർത്ഥന കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഇത് രണ്ടും പറയാൻ ഒക്കുവോ? ഇല്ല. അടുത്ത സഭായോഗത്തിന് ഈ 3 പ്രസംഗിച്ചതും പറയാൻ ഒക്കുവോ? ഇല്ല. അതിനിടയ്ക്ക് വേറെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനും വേറെ വേണം. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനത്തിൽ വളരെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഒരു ഉപദേഷ്ടാവായി നിലകൊള്ളുന്ന ദൈവദാസൻ. അപ്പോൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ് പറഞ്ഞ വാക്കുകൾ നമ്മൾ മറക്കരുത്. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയാണ്, ആ സുവിശേഷത്തിന് ഞാൻ അപ്പോസ്തലനാണ്, മാത്രമല്ല ആ സുവിശേഷത്തിന് ഞാനൊരു ഉപദേഷ്ടാവായും കൂടെ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പൗലോസ് ഈ വേദഭാഗങ്ങളിൽ ഓർപ്പിക്കുവാനായിട്ട് ഇടയായത്. ഇനി 12-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 12-ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെ തന്നെ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പോൾ ശുശ്രൂഷ ദൈവം കൊടുത്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് പൗലോസ്. എന്ന് പറഞ്ഞാൽ 8-ാം വാക്യത്തിൽ നമ്മള് ചിന്തിച്ചതുപോലെ പൗലോസ് പറയുന്ന ആശയത്തിലേക്ക് താന് വീണ്ടും മടങ്ങി വരികയാണ്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, അല്ലേ? അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അപ്പോസ്തലൻ എന്ന നിലയിൽ ഞാൻ ഈ തടവറയിൽ കഷ്ടം സഹിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. വാസ്തവത്തിൽ പൗലോസ് ഈ തിമോഥെയോസിന് ലേഖനം എഴുതുന്നതായ സമയത്ത് പൗലോസ് പ്രതീക്ഷിച്ച് കാരാഗൃഹത്തിൽ കിടക്കുന്നത് എന്തുവാണ്? ഒരു വധശിക്ഷ ലഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടെ വധശിക്ഷ പ്രതീക്ഷിക്കുന്ന ഒരു കുറ്റവാളിയെ പോലെ താൻ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. സോറി അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു, അല്ലേ? അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാനിതൊക്കെയും സഹിക്കുന്നുവെങ്കിലും ഞാൻ ഒരിക്കലും ലജ്ജിക്കുന്നില്ല. അപമാനത്തിന് താൻ വിധേയനായെങ്കിലും താൻ പറയുകയാണ്, ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം
പഴയ നിയമഭാഗം നാം ശ്രദ്ധിച്ചാൽ യോസഫ്, യിരെമ്യാ പ്രവാചകൻ, അതുപോലെ പുതിയ നിയമഭാഗം നാം ശ്രദ്ധിച്ചാൽ യോഹന്നാൻ സ്നാപകൻ, ഇവരൊക്കെ എന്ത് ചെയ്തവരാണ്? കാരാഗ്രഹവാസം അനുഭവിച്ചവരാ, അല്ലേ? ഈ പറയപ്പെട്ട ഭക്തന്മാരൊക്കെയും എന്ത് ചെയ്തവരാണ്? കാരാഗ്രഹത്തിൽ കിടന്നവരാണ്. ഈ വാക്കുകൾ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം. ഈ കാരാഗ്രഹവാസം അനുഭവിച്ച യോഹന്നാൻ സ്നാപകൻ, അതുപോലെ പത്രോസ് അപ്പോസ്തലൻ, ഇവരോടൊക്കെ പൗലോസ് എന്ത് ചെയ്യുകയാണ്? ഏകീഭവിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാന് ആരോപണ വിധേയനാണെങ്കിലും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. ഒന്നും വേണ്ട, നമ്മുടെ കർത്താവ് തന്നെ ഈ ലോകത്തിൽ എത്രമാത്രം അപമാനം സഹിച്ചല്ലേ? എത്രമാത്രം അപമാനം സഹിച്ചു. തന്റെ ക്രൂശ് മരണം പോലും നാം ശ്രദ്ധിച്ചാൽ 2 കള്ളന്മാരുടെ മധ്യത്തിലായിരുന്നു താൻ എന്ത് ചെയ്തത്? ക്രൂശിക്കപ്പെടുവാനായിട്ടിടയായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് അതിന് രത്ന ചുരുക്കമായിട്ട് പൗലോസ് പറയുകയാണ്, എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. അതിന്റെ കാരണം ഇവിടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. പൗലോസ് സ്വന്തമായിട്ട് പറഞ്ഞു, ഞാൻ ലജ്ജിക്കുന്നില്ല, ആരോപണ വിധേയനാണ്, അപമാനമേറ്റിട്ടുണ്ട്, ഞാൻ ലജ്ജിക്കുന്നില്ല. പക്ഷെ എന്റെ കാരണം പൗലോസ് പറയുകയാണ്. എന്താണെന്നറിയാമോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ ഉപനിധി, 12-ാം വാക്യത്തിന്റെ അവസാനം, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാന് ഉറച്ചിരിക്കുന്നു. ആ വാക്യങ്ങൾക്കൊക്കെ വളരെ ശക്തിയുണ്ട് കേട്ടോ. വളരെ ആഴമായിരിക്കുന്ന അർത്ഥങ്ങൾ അതിനുണ്ട്. അപ്പൊ ഞാൻ ലജ്ജിക്കുന്നില്ല എന്നതിന് കാരണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്റെ ഉപനിധി ആ ദിവസം വരെ അവൻ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഞാന് ഉറച്ചിരിക്കുന്നു. അപ്പൊ താൻ വിശ്വസിച്ച കാര്യമുണ്ട്, താൻ ഉറച്ചിരിക്കുന്ന കാര്യവും ഉണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ തന്റെ അറിവ് ബുദ്ധിപരമായ ഒരു അറിവല്ല. ഉപദേശ സംഹിതയിൽ നിന്ന് തനിക്ക് ലഭിച്ച അറിവല്ല. വേദശാസ്ത്രം പഠിച്ചതിൽ നിന്ന് തനിക്ക് ലഭിച്ച അറിവല്ല. പിന്നെ എങ്ങനെയുള്ള അറിവാണെന്നറിയാമോ? താനും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായ ഒരു അറിവാണ്. ഉണ്ടോ? അപമാന വിധേയനാണെന്ന് തനിക്കറിയാം. താൻ കാരാഗ്രഹവാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടൊരു വാക്കുണ്ട്, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആ ഒരു അറിവാണ് താൻ ലജ്ജിക്കാത്തതിന്റെ ഒരു കാരണം കേട്ടോ. അതെവിടെ നിന്ന് വായിച്ചു കേട്ടതൊന്നുമല്ല, ആരോ പറഞ്ഞുള്ള അറിവല്ല, തന്റെ ബുദ്ധിയിൽ നിന്ന് ഉടലെടുത്ത അറിവല്ല. ആ അറിവെന്ന് പറയുന്നതിന് വളരെ അർത്ഥമുണ്ട് കേട്ടോ. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? താനും ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്ന് ഉടലെടുത്ത അറിവാണത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, നാമും ദൈവവുമായി തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴമുള്ളതാണെന്ന്
നാം ഈ വാക്കിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ മുതൽ ആ ദൈവത്തെ കണ്ടുമുട്ടിയ, യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ തന്റെ ശുശ്രൂഷാ കാലങ്ങളിലെല്ലാം തന്നോട് കൂടെ ഇരുന്ന് തന്നെ സഹായിക്കുകയും തനിക്ക് വെളിപ്പാടുകൾ നൽകി തന്റെ ശുശ്രൂഷയിൽ കൂടെയിരുന്ന് തന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ വൃദ്ധനായി തീർന്നിരിക്കുന്ന ഈ അവസരത്തിൽ, ജൂനിയർ അപ്പോസ്തലനായിരിക്കുന്ന തിമോത്തിയോസിന് ലേഖനം എഴുതി പറയുകയാണ്, ഞാൻ ആരോപണ വിധേയനാണ്, അപമാന വിധേയനാണ്, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈ വചനം ഇന്ന് രാത്രി പഠിക്കുമ്പോൾ തന്നെ നാമും ദൈവമായിട്ടുള്ള ബന്ധം, ആഴമായ ബന്ധം എപ്രകാരം ഇരിക്കുന്നുവെന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ സാമൂഹിക ജീവിതത്തിലായാലും നമ്മുടെ ശുശ്രൂഷയിലായാലും നമ്മൾ ഓരോ നിമിഷവും പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്റെ ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ? ഓരോ ദിവസങ്ങളിലും അത് നമ്മൾ ശോധന ചെയ്യണം കേട്ടോ. എന്റെ ദൈവമായിട്ട് എന്റെ ബന്ധം എപ്രകാരം ഇരിക്കുന്നു? ആ ബന്ധത്തിന് എന്തെങ്കിലും വിഘ്നം വന്നിട്ടുണ്ടോ? അത് നമ്മൾ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആഴമായി പൗലോസിന് ദൈവത്തോടുള്ളതായിരിക്കുന്ന ആ വിട്ടുവരുവാൻ കഴിയാത്ത ബന്ധത്തിൽ നിന്നാണ് തനിക്ക് ഈ അറിവ് ലഭിച്ചത്. ഏതറിവ്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈ അറിവാണ് താൻ ലജ്ജിക്കാതെ നിന്നതിന്റെ ഒരു കാരണം. ഇവിടെ അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു നിൽക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണല്ലോ വായിക്കേണ്ടത്. പെട്ടെന്ന് വായിക്കും ചിലര്, അവൻ എന്റെ ഉപനിധി, അല്ലെ, അവൻ എന്റെ ഉപനിധി. അപ്പൊ തോന്നിപ്പോവും കർത്താവാണ് ഉപനിധിയും തോന്നിപ്പോവും. അങ്ങനല്ല, അവൻ എന്റെ ഉപനിധി എന്ത് ചെയ്യും? ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസിനൊരു ഉപനിധിയുണ്ട്. ആ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ കർത്താവ് ആരാണ്? ശക്തനാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ വാക്യം വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വാക്യമാണ്. അതിൽ ഒരു ചിന്ത, പൗലോസ് ദൈവത്തെ ഭരമേൽപ്പിച്ച ഒരു ഉപനിധിയുണ്ട്, അത് സൂക്ഷിപ്പാൻ ദൈവം പ്രാപ്തനാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് ഒരു ഉപനിധി ആരെ ഏൽപ്പിച്ചിരിക്കുക? ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുക. പൗലോസിന്റെ ഉപനിധിയായിരിക്കുന്ന ആ വസ്തുത അവസാനം വരെ സൂക്ഷിപ്പാൻ ദൈവം ശക്തൻ. ഇനി മറ്റൊരു അഭിപ്രായമുള്ളത്, ദൈവം ഒരു ഉപനിധി പൗലോസിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, അത് സൂക്ഷിപ്പാനും ദൈവം ആരാണ്? പ്രാപ്തൻ. ഇങ്ങനെ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. എന്നാൽ കൂടുതലും വിശ്വസനീയമായ അഭിപ്രായം ഒന്നാമത്തേതാണ്. എന്ന് പറഞ്ഞാൽ
പൗലോസ് ദൈവത്തിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി അത് ആ ദിവസം വരെ കാക്കുവാൻ ദൈവം ശക്തനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുവിശേഷത്താൽ ലഭിച്ചിരിക്കുന്നതായ അക്ഷയമായ ജീവൻ തത്വത്തിൽ നാം അത് പ്രാപിച്ചിരിക്കുന്നുവെങ്കിലും എന്ന് പറഞ്ഞാൽ ആത്മാവിന് നമുക്ക് വീണ്ടെടുപ്പുണ്ടായി, നാം നിത്യജീവന്റെ അവകാശിയായി. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവൻ അക്ഷയമായ ജീവനാണ്, ക്ഷയിക്കാത്ത ജീവനാണ്. അത് വാസ്തവത്തിൽ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നാം അത് പ്രാപിച്ചു. എന്നാൽ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ ദിവസത്തിലാണ് ഈ അനുഗ്രഹം നമ്മിൽ പൂർണ്ണമായിട്ട് വന്നു ചേരുന്നത്. അത് വാസ്തവത്തിൽ എന്താണ് ആ ഉപനിധി? അക്ഷയമായ ജീവൻ. ഈ ഉപനിധി ദൈവത്തിലാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അത് സൂക്ഷിപ്പാൻ ദൈവം ആരാണ്? ശക്തനാണ് എന്നാണ് പൗലോസ് പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം. ഇനി 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചാൽ ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പൗലോസിന് നൽകുന്നതായ സ്ഥിരതയും അതിനുള്ള പ്രേരണയുമാണ് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത്. സ്ഥിരതയും അതിനുള്ള പ്രേരണയും. ഒരു മിനിറ്റ്. സോറി, 13 വാക്യം ഒന്ന് വായിക്കാമോ പ്ലീസ്? പതിമൂന്നും 14 വാക്യങ്ങൾ വായിച്ചു. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. താങ്ക് യു. ഇവിടെ 13 വാക്യത്തിൽ പറയുകയാണ്, എന്നോട് കേട്ട പത്യവചനം എന്നതായിരിക്കുന്ന ഒരു പ്രയോഗം കാണാൻ കഴിയും. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. അപ്പോൾ പൗലോസ് എഴുതിയതായിരിക്കുന്ന ഇടയലേഖനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആ പത്യവചനത്തെ കുറിച്ച് പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്യവചനം ഇടയലേഖനങ്ങളിൽ പത്യവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 1 തിമോഥെയോസ് 1:10, 6:3, 2 തിമോഥെയോസ് 4:3, തീത്തോസ് 1:9, 2:1 മുതൽ 3 വരെ. ഇവിടെ വായിച്ചത് എന്താണ്? എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. അപ്പോൾ തിമോഥെയോസിനെ പൗലോസ് വിളിച്ചിരിക്കുന്ന വേറൊരു സംബോധനയുണ്ട്. എന്താണ്? ദൈവത്തിന്റെ മനുഷ്യൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ദൈവത്തിന് മനുഷ്യനായുള്ളവേ അല്ലേ? അപ്പോൾ തിമോഥെയോസിനെ പൗലോസ് വിളിക്കുന്ന ഒരു സംബോധന വാക്കാണ്
ദൈവത്തിന്റെ മനുഷ്യൻ. അപ്പോൾ എന്നോട് കേട്ടതായിരിക്കുന്ന പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. മാതൃകയാക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ മുറുകെ പിടിക്കുക എന്നും അതിനർത്ഥമുണ്ട് കേട്ടോ. മുറുകെ പിടിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യനായ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായ വ്യക്തി ദൈവവചനത്തെ കൈകാര്യം ചെയ്യേണ്ടതായ 4 കാര്യങ്ങൾ പറയാം. ശുശ്രൂഷ വരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവദാസൻ ദൈവവചനത്തോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കണം? 1, ഈ വാക്യം തന്നെയാണ്. ആ വചനത്തെ അല്ലെങ്കിൽ മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ മാതൃകയാക്കണം. ഈ 13-ാം വാക്യമാണ്. 13-ാം വാക്യം 2 തിമോഥെയോസ് 1:13. അനേകർ ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ് പ്രസംഗിക്കുമ്പോൾ, അതിനെ തള്ളിക്കളയുമ്പോൾ, അതിനോട് കൂട്ടിയേർക്കുമ്പോൾ ഒരു ദൈവദാസൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മനുഷ്യനായ ഒരു വ്യക്തി അതിനെ മുറുകെ പിടിക്കണം. ഭക്ഷിക്കുന്ന ആഹാരം പോലെ അത് സ്വന്തമാക്കണം. എല്ലാ മനുഷ്യരും ദൈവവചനം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കേണ്ടതാണ്. വചനത്തോടുള്ള ബന്ധത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നത്. 2-ാമത്തെ കാര്യം, ദൈവവചനം പഠിക്കണം. ദൈവവചനം പഠിക്കണം. 2 തിമോഥെയോസ് 3:15 എന്നും ദൈവവചനം പഠിക്കുന്നവരായിരിക്കണം. 3, ദൈവവചനം പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം. ദൈവവചനം പഠിക്കുന്നത് മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ ശ്വാസം ശ്വാസകോശത്തിൽ നിന്നും വരുന്നത് പോലെ തിരുവെഴുത്ത് വരുന്നത് ദൈവത്തിങ്കിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാക്കിയാൽ അത് നമ്മളെ പക്വതയുള്ളവരും നല്ല കാര്യത്തിന് കൊള്ളാവുന്നവരുമാക്കി നമ്മെ തീർക്കും. അപ്പോൾ ദൈവവചനം പഠിച്ചാൽ, ദൈവവചനം മുറുകെ പിടിച്ചാൽ അത് നമ്മളെ പക്വതയിലേക്ക് നടത്തുവാനിടയാകും. പക്വതയിലേക്ക്. ഒന്ന്, ദൈവവചനം മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ മാതൃകയാക്കണം. 2, ദൈവവചനം പഠിക്കണം. 3, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളതായി തീരണം. 4, ആ വചനം നാം പ്രസംഗിക്കണം, പ്രഘോഷിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മൾ അത് കൈമാറണം. അപ്പൊ ഏത് സമയത്തും നമ്മൾ അതിന് ജാഗ്രതയുള്ളവരായിരിക്കണം, ഒരുങ്ങിയിരിക്കണം.